ഹായ് ഓൾ അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ ഷവർമാൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടാകുമ്പോൾ കുറേ ആൾ പറഞ്ഞിന് റെസിപ്പി വേണമെന്ന്. അപ്പോൾ ഇതിൻ്റെ പൊറോട്ട ഷവർമാൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മാങ്ങ അച്ചാർ കുറേ ദിവസമായി എൻ്റെ അടുത്ത് മാങ്ങ അച്ചാർ തീർന്നിട്ട് കുറേ ആൾ ചോദിച്ചില്ല ഗൾഫിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഇങ്ങനെയല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ആഴ്ച കൊടുക്കാൻ കഴിഞ്ഞിട്ട് തീർന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ അങ്ങനെ കിട്ടുന്നുണ്ടായിട്ട് മാങ്ങ ഇല്ലെങ്കിലില്ലേ ഞാൻ അച്ചാറുടെ ഇടാനുള്ള മാങ്ങയില്ല ലാസ്റ്റ് ആകുമ്പോൾ നമ്മളെ ബൾക്കായിട്ട് തന്നെ ഞാൻ മീൻ എന്തെങ്കിലും അല്ലെങ്കിൽ ഇവിടെ നമ്മളെ പള്ളീൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകും. ഓരെല്ലാം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു മംഗലത്തിൻ്റെ തിരക്കിലുണ്ടായി മജുജിൻ്റെ മോളെ. അപ്പോൾ ഞങ്ങൾക്ക് അച്ചാറിടാനും മുറിക്കാനും ഒന്നിനും ടൈം ഉണ്ടായിട്ട് അതുകൊണ്ട് ഞാൻ മേങ്ങിയിട്ടേ ഉണ്ടായിട്ട. അപ്പോൾ അതന്നെ മേങ്ങാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഷോർട്ടായിന് മാങ്ങ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരയിൽ കൊടുക്കുന്നെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് 10, 20, 25 കിലോ 30 കിലോ ഒന്നാകെ വാങ്ങലാന്ന്. അതൊന്നും കിട്ടാതെ കൊണ്ട് ഇന്ന് കുറേ ഷോർട്ടായിട്ടുണ്ടായിരുന്നു മാങ്ങക്ക്. അപ്പോൾ ഇപ്പം ഞാൻ മാങ്ങ എങ്ങനെയോ കിട്ടി ഞങ്ങൾക്ക് മംഗളായിരുന്നു അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ചാറെല്ലാം ഇട്ടിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4 അച്ചാറിൻ്റെ ഓർഡർ ഉണ്ട് ഗൾഫിലേക്ക് തന്നെ. അപ്പോൾ അങ്ങനെ ഞാനൊരു 5 കിലോ മാങ്ങ മേങ്ങിയിട്ട് അതിനെ നല്ല മാങ്ങ കട്ടാക്കിയിട്ടില്ലേ പിന്നെ ഉപ്പും സുറുക്കിയെല്ലാം ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് അച്ചാറിട്ടിട്ട് നമുക്ക് ഓർഡർ വരുമ്പോൾ കൊടുക്കാമല്ലോ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അധികം എന്നോട് മേങ്ങുന്ന ആൾ തന്നെയാണ് ഗൾഫിൽ പോകുമ്പോൾ ചോദിച്ചത്. അപ്പോൾ ഞാനില്ലാന്ന് അറിയുമ്പോൾ ചിലരുണ്ട് നിൻ്റെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകുന്നല്ലോ പിന്നെ എന്താ തീർന്നതെന്ന്. അതില്ലെങ്കിൽ എപ്പോഴും ഞാൻ മാങ്ങ സ്റ്റോക്കാക്കിയിട്ട് വെക്കും. പക്ഷേ ഈ കുറി ഇങ്ങനെല്ലാം ആയതുകൊണ്ട് എനിക്ക് ഒരു ഇടാനേ ടൈം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ കുറേ അച്ചാറിൻ്റെ ഓർഡർ പോയിനെൻ്റെ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഞാൻ മാങ്ങ തപ്പി പിടിച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നാളെ അരച്ച് കൂട്ടിയിട്ടില്ലേ ഒന്ന് കൊടുക്കണം. കൂട്ടിയാൽ തന്നെ അരച്ച് കൂട്ടിയാൽ തന്നെ എടുക്കാൻ പാകില്ല, ടേസ്റ്റില്ല. ഒരു മുളക് മണക്കുന്ന പോലെ ആണ്. അത് കൂട്ടിയിട്ട് 2 ദിവസം വെച്ചിട്ട് അതിന് ശേഷം എടുക്കണം. ഞാൻ അങ്ങനെതാ സർഫും ലിക്വിഡെല്ലാം കഴിഞ്ഞിട്ടുണ്ടായി. അതിനെല്ലാം ഞാനൊന്ന് രാവിലെ തന്നെ ഇപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഞാൻ നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ 6-6:30 മണിയായിട്ടുണ്ട്. ഇന്നത്തെ ബേജാറിൻ്റെ സംഭവം എന്താ അറിയോ, ബിസ്ക്കറ്റില്ല ചായ കുടിക്കാൻ. അത് തന്നെയാണ് എനിക്ക് രാവിലെ ചായക്ക് ബിസ്ക്കറ്റില്ലെങ്കിലേ പുളറാട്ടി വയലുണ്ട് ഞാനറിയാ. ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിന് അതെല്ലാം പുള്ളമാറാടുന്നതിനെ കഴിച്ചിട്ട് തീർന്നിനെന്ന് തോന്നുന്നു. കാണുന്നില്ല രാവിലെ നോക്കുമ്പോൾ. പിന്നെ ചായ വെക്കാനും നിന്നില്ല. ബിസ്ക്കറ്റില്ല ചായ വെക്കാൻ ഒരു മൂടില്ല. വെള്ള കാച്ച അങ്ങനത്തെ എല്ലാം ഉണ്ട് ഞാൻ തോട്ടേണ്ട ബാക്കി. പക്ഷെ അത് ഞാൻ രാവിലെ വെള്ളച്ചൊരു ശരിയാകുന്നില്ല. രാവിലെ ഒരു ബിസ്ക്കറ്റ് റസ്ക അങ്ങനെ എന്തെങ്കിലും തന്നെയാണ് ഞാൻ. അപ്പോൾ അതാ ലിക്വിഡെല്ലാം തീർന്നിട്ടുണ്ടായിന് ഹാൻഡ് വാഷിൻ്റെ. അപ്പോൾ ഇതില്ല അങ്ങക്ക് കയ്യ ഞാൻ എന്തോ സഹിക്കുമോ. നമ്മൾ എന്തെങ്കിലും പണിയെടുത്തിട്ട് എന്തെങ്കിലും മീൻ മുറിച്ചിട്ട് ചിക്കൻ കഴിയിട്ട് എന്തായാലും ഇല്ലേ ഈ ലിക്വിഡിൽ ഒന്ന് കൈയില്ല അങ്ങനെ ഒരു സമാധാനമേ ഇല്ല. അങ്ങനെ അതെല്ലാം ഒന്ന് ഫില്ലാക്കിയിട്ട് വെച്ചതിന് ശേഷം അല്ലേ അപ്പം ഞാൻ എൻ്റെ മുകളിലത്തെ കോട കാണിച്ചിട്ടില്ലേ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നോക്കുക ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് വൃത്തിയാക്കണം എന്നിട്ട് കുറേ ദിവസമായി ഞാൻ എൻ്റെ ബാക്കിൽ പോകുന്നേ. ഒരിക്കൽ മുകളിലേക്ക് വരുന്നത് നോക്കിയിട്ടല്ലോ എങ്ങനെ ആക്കുന്നതിൻ്റെ ബൈലോട്ട് പോകുന്നു. ബൈലോട്ടൊരിക്കൽ പ്ലങ്കരിക്കൊന്നും വരുന്ന് ഇനി എങ്ങനെ ക്ലീൻ ആക്കുന്നതിൻ്റെ ബൈലോട്ട് പോകുന്നു. അപ്പോൾ ഇന്നെന്താ എങ്ങോ ക്ലീൻ ആക്കിയിട്ട് തന്നെ ബാക്കി കാര്യമില്ലേ ഞാൻ മാച്ചിലും ബ്രഷും എല്ലാം കൊണ്ട് തന്നെ ഇറങ്ങീന്. ഫുള്ളായിട്ട് തന്നെ ഒരു ദിവസം എടുക്കാൻ കഴിയില്ല, എടുത്തല്ല എന്നെ പനിയാവും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ടൈമിങ് വെച്ചിട്ട് വന്നതാണ്. സ്കൂളുള്ള ഡേ അല്ലേ ഇന്ന്. അപ്പോൾ ഞാൻ എന്തൊക്കെ അറിയോ 7-8 മണിയോളം ഒന്ന് ക്ലീൻ ആക്കുക 1 മണിക്കൂറിൻ്റെ ടൈം വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ അത്ര നേരം എടുക്കാം. അതിൽ ബാക്കിയാണെങ്കിൽ ബാക്കി പിന്നെ നാളെ മറ്റോ എടുക്കുക എന്നിട്ട് ഒന്നാകെ കഴിയാലിട്ട് അങ്ങനെ ഞാൻ ഓരോന്നോരോന്നേ എടുക്കുന്നുണ്ട്. അധികവും ഈ വേണ്ടാത്ത ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടിട്ട് വെക്കും. പിന്നെ നമ്മൾ ഓർഡറിൻ്റെതാണ് ഫുള്ളായിട്ടുള്ളത് ഓർഡറിൻ്റെ സംഭവങ്ങളിലോ. പിന്നെ പുരയിലത്തെ ഉമ്മാൻ്റെ പുരയിലത്തെ ഇല്ലേ ടേബിള് കട്ടില് കബോർഡ് അങ്ങനെ ഇതെല്ലാം ഉണ്ടായി ഇതിൻ്റെ ഉള്ളല്ലേ. അപ്പോൾ അതെല്ലാം കൊണ്ടുപോയിട്ട് അപ്പുറം ഇപ്പുറം വലിച്ചിട്ടിട്ടതും അങ്ങനെ ആക്കിയത് ഇങ്ങനെ ആക്കിയതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഒന്ന് മാറ്റിയേക്കാൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനിതാ ഒരുമാതിരി ഇല്ലേ ആ സൈഡിൽ നിന്നെല്ലാം എടുത്തിട്ട് ഒന്ന് വലിയ ചട്ടിയും പാത്രങ്ങളെല്ലാം ഇല്ലേ അതിനെല്ലാം തന്നെ ഇങ്ങനെ ലൈനായിട്ട് വെച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ റൂമുള്ളതുകൊണ്ടില്ലേ താഴെ കുറച്ച് സമാധാനം ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ ഈ ഉള്ള കച്ചറെല്ലാം താഴഞ്ഞില്ലേ കൂട്ടുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ താഴെ ഒന്നുമില്ല ഫുള്ളെടുത്തിട്ട് മേലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇടാടാടാടാടെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം താഴ്ന്ന് കൊടുത്തതാണ്. പുള്ളറെല്ലാം കൊടുത്തിട്ടേക്കുന്നത് റൂമിൽ വെച്ചിട്ട് വന്നു. ഓറില്ലേ നമ്മൾ ചെല്ലിയാനൊരു പണി തീർക്കുന്നല്ലേ അങ്ങനെ റൂമിൻ്റെ ബാക്കി തന്നെ വെച്ചിട്ട് വരും. ഞാൻ കയറിയിട്ട് റൂം കാണുമ്പോൾ ഇല്ല അത്ഭുതമായിപ്പോയി ഇത് എന്ത് കഥയെന്ന് അറിഞ്ഞിട്ട്. പാമ്പ് കൂടി അങ്ങ് വരാറിയല്ല അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ആയിട്ടുണ്ടായി. അപ്പോൾ ഞാനൊരു ഡ്രസ്സിനെല്ലാം ക്യാൻസലാക്കിയ ഡ്രസ്സ് തന്നെ
ആരെങ്കിലും വേണമെങ്കിൽ എന്നിട്ട് ഇങ്ങനെ വെക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതിലാവശ്യമുള്ളതെല്ലാം ഞാനിങ്ങനെ വണ്ടിയവർക്ക് കൊടുത്തു. ആവശ്യമില്ലാത്തതിനില്ലേ നമുക്ക് പില്ലോ ആക്കാമല്ലോ എന്നിട്ടില്ലേ അങ്ങനെ വെറുതെ തന്നെ കളയാനും ബേജാറാണ്. ഒരു 2-3 പില്ലാവും, അത്ര ഡ്രസ്സുണ്ട്. അങ്ങനെ എല്ലാം ഞാൻ അവിടെ വെച്ചിട്ട് ഒന്ന് ഫ്രീ ആകുമ്പോൾ പില്ലോ ഒന്ന് ഫില്ലാക്കാൻ എന്നിട്ടില്ലേ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ കഴിഞ്ഞിട്ടാകുമ്പോൾ 1 മണിക്കൂറാകുമ്പോൾ ഞാൻ പിന്നെ താഴേക്ക് തന്നെ വന്നു. പിള്ളേരുടെ സ്കൂളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിനെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പോൾ രാവിലെ ഇങ്ങനെ ഓർഡർ ഇല്ല, വൈകുന്നേരം ഉണ്ട് ഡ്രീം കേക്കിൻ്റെ ഓർഡറെല്ലാം. അതിനെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മുട്ട എടുത്തിട്ട് താഴെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ വേഗം സ്കൂളിൽ പോകണ്ടേ. അങ്ങനെ ഞാൻ വേഗം വന്നിട്ടില്ലേ അരിയെല്ലാം വെള്ളത്തിലിട്ടിട്ടുണ്ടായി ദോശക്ക്. അങ്ങനെ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഒരു കറി, പച്ചപ്പയറിൻ്റെ കറി ഉണ്ടായിന് രാത്രിക്ക് തന്നെ. അതൊന്ന് ചൂടാക്കാൻ എന്നിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ദോശ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ചോറ് പിള്ളേർക്ക് ഇന്ന് സ്കൂളിലേക്ക് ചോറ് ടിഫിനായിട്ട് കൊടുക്കാൻ എന്നിട്ടില്ലേ ചോറ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് തിളപ്പിച്ചിട്ട് വാർത്തതിന് ശേഷം പച്ചപ്പയർ കറി ഫുള്ളായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. സ്കൂളിലേക്കെല്ലാം ടിഫിനിലെല്ലാം ഇടുന്നല്ലേ, ഏതെങ്കിലും പിള്ളമാർക്ക് പുളിച്ചറിൻ്റെ ഫുള്ളൊന്ന് രാവിലെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ചോറിൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയാക്കാം. ആ ടൈമിന് ഞാനിപ്പുറത്തെ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പുറത്തെ ചായ ഒന്ന് വെച്ചിട്ട് പാട്ടയിൽ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയില്ലേ ഞാൻ തന്നിനോട് ചോദിച്ചു ടിഫിനിൽ ഈലിടട്ടാന്ന്. ഇത്ര വലുതില്ലാന്ന് ഇരിക്കുന്നുണ്ട് ഈ ചൂടുപാത്രം. ആ കുഞ്ഞ് ചൂടുപാത്രമല്ലേ. അപ്പോൾ ഞാൻ ചോറ് പയ്യോളം എനിക്ക് ചൂടുണ്ടാവും. ഇതിലിട്ടാന്നില്ല സോപ്പിട്ടിട്ടാകുമ്പോൾ ഓക്കെ എന്നിട്ട് ഫസ്റ്റ് വേണ്ടായിട്ടുണ്ടായി. അപ്പോൾ അതിലേക്ക് ഞാൻ ചോറിനൊരു ചട്നി ആക്കാല്ലേ, ഒരു തേങ്ങ ഒന്നും ഒലിച്ചു കൊടുന്നതിന് ജസ്റ്റ് ഒരു ഇത്തിരി ചട്നി പിള്ളേർമാർ സ്കൂളിലേക്ക് മാത്രമായിട്ട് അങ്ങനെ തേങ്ങ ഒന്ന് ഞാൻ ചതച്ചിട്ടെടുക്കുന്നുണ്ട്. ഇനി ചട്നിക്കുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കും. അപ്പോൾ ചട്നി ആക്കുന്നുണ്ട്, മുട്ട ഓംലേറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ പച്ചപ്പയർ കറിയും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കൊടുക്കുമ്പോഴേക്കില്ലേ ഞാൻ നിങ്ങളോടൊരു സംഭവം പറയാം. എന്തറിയോ, ഞാനൊരാൾക്കൊരു പണിയാക്കി കൊടുത്തിട്ടുണ്ടായി. അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളോടും പങ്കുവെക്കാം. ഓക്കെ, എന്തറിയോ, നമ്മളിങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ കുറപ്പാൾ വരുന്നതെന്ന് മേങ്ങാൻ വരുന്നത്. പിന്നെ ഒരു വട്ടിയെല്ലാം മുമ്പ് ഉണ്ടായിക്കൊണ്ടേ ഇപ്പോൾ വട്ടി എന്തോരം എടുത്ത് ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല മെസ്സായിട്ട്. അപ്പോൾ ഇടയ്ക്ക് വരും ഇങ്ങനെ മേങ്ങാൻ്റെ നിലത്ത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കറി അങ്ങനെ എന്താ കൊണ്ടുപോകും. അപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ ഇല്ലാതെ ഇപ്പോൾ വന്നിട്ട് പൈലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ബെത്തൽക്ക് പൈസ ഇല്ലായിട്ടല്ലേ വരുന്നത്. അപ്പോൾ നീ എപ്പോഴും എടുക്ക് പോകുന്നതെന്നല്ല കേട്ടിട്ട് വന്ന് നല്ല പരിചയമുണ്ട്. അപ്പോൾ നല്ല കുറേ കുശലാക്കും. അപ്പോൾ ഞാനല്ലേ നിങ്ങൾ ബെത്തൽക്ക് പൈസ ഇല്ലാതെ മേങ്ങാൻ പോകണ്ട, നിങ്ങൾക്ക് മാച്ചിലാക്കാൻ അറിയുന്നതെന്നല്ല ചോദിച്ചിട്ട് എങ്ങനെ വിശ പറഞ്ഞോണ്ടേ. അപ്പോൾ മാച്ചിലാക്കുന്നത് ആരും മാച്ചിലല്ല മേങ്ങുന്നത്, നമ്മളോട് ആരും അങ്ങനെ എന്തല്ലോ ഒരിതാണ്. അപ്പോൾ അല്ലേ നിങ്ങൾ മാച്ചിലാക്ക് മേങ്ങും, ഞാനല്ല മേങ്ങാം നിങ്ങളോട്. ഇങ്ങോട്ട് മാച്ചിലും കൊണ്ട് വരുമ്പോൾ ചുറ്റുപാടുള്ളവരെല്ലാം മേങ്ങും. പിന്നെ നിങ്ങൾ അടുത്തുള്ള വീടേക്കെല്ലാം കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് മേങ്ങും എല്ലാവരും നല്ല ചെല്ലിട്ട് അങ്ങനെ എല്ലാം വരുന്ന വിഷയം പറഞ്ഞിട്ട് പോയിന്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടായിട്ട് പക്ഷേ അത് ബൈലോട്ട് വരുമ്പോൾ മാച്ചിലും കൊണ്ട് വന്നിരുന്നു. ഓർക്ക് തെങ്ങോ അങ്ങനെ കുഴപ്പം അങ്ങനെ എന്തില്ലല്ലോ, നല്ല സംഘടിപ്പിച്ചിട്ടുണ്ടാവും ഓലെല്ലാം. അങ്ങനെ ആക്കിയിട്ട് മാച്ചിലാക്കിയിട്ട് കൊണ്ടുവന്നിന്. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് ശരി ഞാൻ മേങ്ങാന്ന്. അങ്ങനെ ഞാൻ 2 മാച്ചിലും നമുക്ക് ഈ ബ്രഷിൽ അടിച്ചങ്ങൾക്ക് ശരിയാണേയില്ല. ബ്രഷിലല്ലേ ഇപ്പോൾ അധികം അടിക്കുന്നെല്ലാവരോ. ബ്രഷ് മേറ്റ് വെച്ചിട്ടുണ്ട് പിള്ളമാർക്ക് അടിക്കുന്നെങ്കിലിട്ട് മോളയിൽ തന്നെയാണ് അടിക്കല് മിന്നു. പക്ഷെ എനിക്കൊരു നേരാന്നില്ല അല്ലെങ്കിൽ നല്ല പൊടി പോന്ന് അടിച്ചിട്ടാണ്. പക്ഷെ നമുക്കിനി ബി അടിച്ചുകൊണ്ട് പോകണ്ടേ. ഇത് അടയാൻ ഇപ്പോൾ അനിങ്ങിട്ട് പണിയെടുക്കുന്നത് ഇപ്പോൾ തുറക്കാവും. നമ്മൾ ഈ തിരക്ക് പിടിച്ചിട്ട് എടുക്കുമ്പോഴേക്കില്ല അതൊരു തീരാത്ത പോലെ ഉണ്ട് അടിച്ചെങ്കിലും. പിന്നെ ഈ രാവിലെ അടിക്കുമ്പോൾ ഫുള്ള് നമ്മൾ ഇങ്ങനെ കൊട്ടിയിട്ടടിക്കുന്നല്ലേ, അപ്പം ശരിയാകുന്നില്ല. പിന്നെ ഒരു ചോറെല്ലാം പറയുമെങ്കിൽ ജസ്റ്റ് ഒന്നും ഇങ്ങനെ അടിക്കുന്നില്ല, അതിനൊക്കെയാണ് നമുക്ക്. അപ്പോൾ അതാ ഞാനൊരു മുട്ട ആംപ്ലേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചട്നി ആക്കിയിട്ട് അതിലേക്ക് തേങ്ങ, പുളിയും കുറച്ച് ഉപ്പും വെളുത്തുള്ളി പച്ചമുളക് ഇത്ര അരിച്ചിട്ട് ചട്നി ആക്കിയിട്ടുണ്ട്. അതിനൊരു ചോറിൻ്റെ മുകളിലേക്ക് ഉണ്ടാക്കിയിട്ട് അതിനും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ടിഫിനിൽ പച്ചപ്പയറും കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിന്നിനോട് ചൂടുപാത്രത്തിൽ വേണമെന്നൊക്കെ ഉപയോഗമല്ലോ വേണ്ട എന്നിട്ടില്ലേ മിന്നുക്ക് ടിഫിനിൽ തന്നെ കൊടുത്തു. തന്നൊക്കെ ചൂടുപാത്രത്തിൽ കൊണ്ടുപോകുമ്പോൾ നാണക്കടയങ്ങ് പറയുന്നുണ്ട്. അതിന് വന്നിട്ട് ബയോളം ചൂടുണ്ടായുമ്പോൾ വയ്ക്കുമ്പോൾ ക്യാൻറ്റീൻ വയ്ക്കും പോലെ തന്നെ ഉണ്ടായി ചൂടായിട്ട് നല്ല വാങ്ങണ്ടായി ചൂട് വയ്ക്കാനെന്നല്ല പറയുന്നുണ്ടായി വന്നിട്ട്. അങ്ങനെ ഞാൻ അതവിടെ റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പിള്ളേർക്ക് കഴിക്കാനുള്ളതും കൊടുത്ത് ദോശയും പച്ചപ്പയർ കറിയും തന്നെ. അപ്പോൾ ഓരോ ടിഫിനെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ പൊട്ടിട്ടായിട്ട് ഞാനില്ലേ വാട മോളിൽ നിന്ന് പകുതിയിൽ നിന്ന് താഴോട്ട് വന്നു. ഇനി ഇന്നെന്തായെങ്കിലും പോകാൻ കഴിയില്ല, പകുതി ഒരു 3/4 എന്നിട്ട് അടിച്ചിട്ട് ഫുള്ള് കോരിയതിന് ശേഷം ഇല്ലേ ഒന്ന് തുടച്ചിട്ടാകുമ്പോൾ വൃത്തിയാവണം.
അപ്പോൾ പിള്ളേരെ വിട്ടിട്ടാക്കി ആയതിനു ശേഷം ഇല്ലേ ഞാൻ ചായ എല്ലാം കുടിച്ചില്ല. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് പെട്ടെന്നൊരു പള്ളിക്കറീൻ്റെ ഓർഡർ ഉണ്ടായിന്. നെയ്ച്ചോറും പള്ളിക്കറി ഇല്ലേ, ബീഫ് പള്ളിക്കറി. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയിട്ടായിട്ട് പിന്നെ ഉള്ളെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അടിച്ച് പാത്രമെല്ലാം കഴിയിട്ട് പോയിട്ട് കിടന്നിട്ട് ഉറങ്ങിയിട്ടില്ലേ. പിന്നെ അടിച്ചത് വൈകുന്നേരമാണ്. പിള്ളേരെല്ലാം വരുന്ന ആ ഒരു ടൈമിലാണ് പിന്നെ ഞാൻ അടിച്ചത് വൈകുന്നേരം. അപ്പോൾ വൈകുന്നേരം അടിച്ചിട്ടായിരിക്കും നമുക്ക് രാത്രിക്കല്ലേ ഓർഡർ ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളെല്ലാം കാണിച്ചു തരാം. പൊറോട്ട ഷവർമ്മ ഉണ്ട്. പൊറോട്ട ഷവർമ്മ ഞാൻ ഒരു സന്ന് ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയിലാണ് ഉണ്ടാക്കിന്. അപ്പോൾ അയോ ചോദിക്കുന്നുണ്ടായിന് എൻ്റെ റെസിപ്പി കാണിക്കുമോ. ഇത് പിള്ളേർക്കില്ല ടിഫിനിലായിട്ടിടാനും നമുക്ക് രാത്രിക്ക് കഴിക്കാനും രാവിലെ കഴിക്കാനും എല്ലാം നല്ല ഒന്ന് കഴിച്ചങ്ങനെ വേറെ നല്ല ഫില്ലാണ് സംഭവമാണ്. അപ്പോൾ എങ്ങനെ എന്തെന്നല്ല ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ പൊറോട്ട എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പാങ്ങലൊന്ന് തച്ചടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണ്ടേ. ഇങ്ങനെ തച്ചിട്ടാകുമ്പോൾ നീ ലെയർ വരുന്നത്. അപ്പോൾ ഈ കൗണ്ടർ ടോപ്പിൽ എൻ്റെ ഇട്ടിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ആക്കണ്ടേ. അത് നല്ല തുടച്ചിട്ട് നീറ്റാക്കിയിട്ടാണ് വെച്ചിരുന്നത്. എനിക്ക് ഈ കൗണ്ടർ ടോപ്പിൽ ഒരു പ്ലേറ്റ് മാതിരി തന്നെയാണ്. ഇവിടെ അവർ നാളിലൊരു 10-15 വട്ടം ഞാൻ തുടക്കും. നമ്മൾ ഈ ഫുഡിൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയാക്കുന്നല്ലേ. അപ്പോൾ ഇത് തുടച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ലൊരു പാങ്ങാണ്. പ്ലേറ്റിൽ വെക്കുന്നതിനേക്കാൾ നമുക്ക് പാങ്ങാന്ന് അങ്ങനെ. അപ്പോൾ അതാ ഞാൻ പൊറോട്ട ഷവർമ്മക്കുള്ള ഫില്ലിംഗ് എല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നീരുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടാ കുറയ്ക്കും എന്ത് വേണം കക്ക. നീരുള്ളി, മല്ലിച്ചപ്പ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ് എല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയില്ലേ ചീസും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിടാം. ഇങ്ങനെ ഇടണമെന്നില്ല. നിങ്ങളെ കയ്യിലുള്ള എന്ത് വെജിറ്റബിൾ അതെല്ലാം വേണമെങ്കിൽ ഇടാം. അപ്പോൾ അത് ചിക്കന് ഞാനില്ല ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രൈ ആക്കിയിട്ടില്ല, ഡ്രൈ ആക്കിയിട്ടാണ് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് എടുത്തതാണ്. ഓയിൽ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുത്തത്, പക്ഷേ ഫ്രൈ ആക്കിയിട്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കയ്യാനതിന് കുറച്ചുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് എടുത്തേക്കാം. അപ്പോൾ ഇതെന്താ അറിയോ, മയോണസാണ്. മയോണസിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഉണ്ടാക്കിയ മയോണസ് ഞാൻ തന്നെ ഇപ്പോൾ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കെച്ചപ്പില്ലേ, ടൊമാറ്റോ കെച്ചപ്പും കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൂട്ടുന്നല്ലെങ്കിൽ കെച്ചപ്പ് വേറെ മയോണസ് വേറെ അങ്ങനെ ഫില്ലാക്കണോ. അപ്പോൾ ഞാൻ എന്താക്കി രണ്ടും ഒന്നിച്ചിട്ട് ആക്കിയിട്ടില്ലേ, ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അതിന് ശേഷം ഫില്ലാക്കാൻ എന്നിട്ട് ഇതിനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവങ്ങളെല്ലാം റെഡിയാണ്. ഇനി നമുക്കില്ലേ പൊറോട്ടനൊന്ന് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ പച്ചക്ക് റെഡിയാക്കുന്നെങ്കിൽ അങ്ങനെയാക്കാം. പക്ഷെ ഞാൻ പിള്ളേർക്ക് ഇങ്ങനെ പച്ചാകുമ്പോൾ ഒരു ചെയ്യാന്നില്ല അല്ലേ. ഞാൻ എന്താക്കി അറിയോ, ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഈ ഉള്ള കട്ടാക്കിയ വെജിനെല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് എല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. കുറേ നേരം ഒന്നും വെക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നീരുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കുക. ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ മല്ലിച്ചപ്പ്, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കനില്ലേ അത്രയും ഇട്ടിട്ട് നല്ല പാങ്ങലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇല്ലേ ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2-3 മിനിറ്റിൽ മിക്സ് ആയതിനു ശേഷം തീ ഓഫാക്കുക. പിന്നെ ഇത് വെന്തൊടഞ്ഞെങ്കിൽ പിന്നെ അതൊരു നമ്മൾ അട്ടിപ്പത്തിരിക്കല്ലോ ഒരു മസാല ആക്കുന്നില്ല, ആ ഒരു ഫീലാവും. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇത് പൊറോട്ട ഷവർമ്മക്ക് കുറച്ചൊരിങ്ങനെ കടിക്കാൻ കിട്ടണമല്ലോ, അതിനും വേണ്ടിയിട്ടാണ് അറിയാം. അപ്പോൾ എല്ലാം ഇട്ടിട്ട് അതിന് ശേഷം ഇല്ലേ ഈ ടൈമിനെല്ലാം ഉപ്പെല്ലാം നേരെ ചക്കായിക്കോ, ഓവറാണ്ട കുറവ് വേണ്ട അങ്ങനെ. അപ്പോൾ അതെല്ലാം ചക്കാക്കിയിട്ട് അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് മാറ്റിയേക്കാം. എല്ലാം ഇട്ടിട്ടായിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ടായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം. എന്താ പറയുക, നമുക്കൊരു ഫോൺ വന്നിട്ടുണ്ടായിന്. ഫുഡിൻ്റെ ഉണ്ടാക്കാൻ ഇഷ്ടം അങ്ങനെ ഉണ്ട്. എങ്ങനെ തുടങ്ങണ്ടേന്ന് അറിയുന്നില്ല, എങ്ങനെ കൊടുക്കണ്ടേ, ആർക്ക് കൊടുക്കണ്ടേന്ന് അറിയുന്നില്ല. ഒന്ന് പറഞ്ഞു തരാം. ഒരു ഫോൺ എന്നെ വിളിച്ചിനെങ്കിൽ ഞങ്ങൾക്ക് ഫോണിൽ മുണ്ടാൻ ടൈമില്ല. നിങ്ങൾ വാട്സപ്പിൽ ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. വാട്സപ്പിൽ നിങ്ങൾ ഇടുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ എന്നിട്ട് ഞാൻ വാട്സപ്പിൽ പിന്നെ വോയിസ് എല്ലാം ഇട്ടതാണ് ഓർക്ക് അങ്ങനെ. അപ്പോൾ എന്താ അറിയോ, തുടങ്ങാൻ നമുക്കൊരു ഇതുണ്ടെങ്കിലേ നമ്മൾ ഫസ്റ്റ് കുറച്ചെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മളെ ഫാമിലിയിലെല്ലാം എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നല്ലോ. അപ്പോൾ അടുക്കെല്ലാം പോകുമ്പോൾ ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് നിങ്ങൾക്ക് എന്ത് അറിയുന്ന ആ ഫുഡിന് ഫങ്ഷൻ ആ സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ ഒരു ഫങ്ഷൻ കഴിയുമ്പോൾക്ക്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് അവരോട് പറയാം ഞാൻ ഓർഡറെല്ലാം എടുക്കുന്നുണ്ട്, ഓർഡറെല്ലാം ഉണ്ടെങ്കിൽ പറയണമെന്നല്ല പറഞ്ഞിട്ട്
അങ്ങനെ ഒരു 10 ആൾ കൂടിയെടുത്ത് കൊടുക്കുമ്പോഴേക്കില്ലേ 10 ആൾ ഇപ്പോൾ നമ്മളെ വിളിക്കണമെന്നില്ല. അവിടെയുള്ള ഒരു 1-2 ആളാൻ പറ്റും ഉണ്ട് ഒന്ന് ഓർഡർ ഉണ്ട് നിങ്ങൾക്ക് കയ്യോ നല്ല കേട്ടിട്ട് വിളിക്കുമ്പോൾ നമുക്കൊരു എനർജി ആയില്ല ഇന്ന് ഓർഡർ കിട്ടി എന്നുള്ളത്. അങ്ങനെ ഓർക്ക് കൊടുത്തിട്ട് ഓർക്ക് നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കണ്ടിട്ട് കഴിച്ചിട്ട് പിന്നെ ഒരാൾ വിളിക്കും. അങ്ങനെയാണ് ഓർഡർ കിട്ടൽ. പിന്നെ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ അങ്ങനെ ഓർഡർ കിട്ടും ഇങ്ങനെ ഓർഡർ അങ്ങനെയൊന്നും പ്രതീക്ഷ നമുക്ക് വെക്കാൻ കഴിയില്ല. അതെല്ലാം നമ്മളൊരു ഭാഗ്യം പോലെ ഉണ്ടാവും. ചിലപ്പോൾ നല്ല കിട്ടും, ചിലപ്പോൾ കുറച്ചും കിട്ടും, അങ്ങനെയല്ലോ. അതുമല്ലെങ്കിൽ നമ്മളടുത്തുള്ള ഷോപ്പിലെല്ലാം ഇല്ലേ സ്നാക്സ് വേണം ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ലാഭം കിട്ടണോ, കുറേ പണിയെടുത്ത് എന്ത് കിട്ടിയിട്ടാ എന്തിനു വെറുതെ പണിയെടുക്കുന്ന പണിയാ അങ്ങനെ ഒന്നും ഇരിക്കണ്ട. ഫസ്റ്റ് നമ്മൾ ലാഭത്തിനെ നോക്കണ്ടേ വേണ്ട. ഫസ്റ്റ് എങ്ങനെ നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് അവർക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ മൈൻഡിൽ വേണ്ടിയത്. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരത് അവിടെ വന്നിട്ട് കഴിച്ചവർക്കും ഇഷ്ടപ്പെടണോ, നമുക്ക് കൊണ്ടുപോയവർക്കും ഇഷ്ടപ്പെടണോ, നല്ല വൃത്തിക്ക് കൊടുക്കണം വേണോ, നമ്മൾ സാധനമെല്ലാം മേങ്ങിയിട്ട് ഓർ ചോദിക്കുമ്പോൾ സെറ്റ് നമുക്ക് കൊടുക്കാൻ നമ്മൾ കയ്യിൽ റെഡി സാധനം വേണം. അങ്ങനെ എല്ലാം ഉണ്ട്. ഫസ്റ്റ് തുടങ്ങുമ്പോൾ അതെല്ലാം സംഭവം എല്ലാം കുറേ ഉണ്ട് ശ്രദ്ധിക്കാൻ. അല്ലാതെ ഒരു ദിവസം നമുക്ക് ഇന്ന് കൊടുക്കണോ നാളെ കുറേ പൈസ ആക്കണോ അങ്ങനെ ചിന്തിച്ചെങ്കിൽ ഒരിക്കലും നടക്കുന്ന കേസല്ല ഇത്. ഇങ്ങനെ മെല്ലെ ആയിട്ട് ഞാനെല്ലാം ഇപ്പോൾ ഏകദേശം മാഷാഅല്ലാഹ് 4 കൊല്ലമായി ഓർഡർ എടുക്കുന്നത്. ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ ഷോപ്പിലേക്ക് കൊടുത്തതും നമ്മളടുത്തുള്ളവർക്ക് കൊടുത്തതും മാഷാഅല്ലാഹ് അവർക്കെല്ലാം കൊണ്ടുപോയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ആയിട്ട് വളർന്നുകൊണ്ട് പോയതാണ് മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്. പിന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ പേര് വെച്ചതും തന്നാസ് കിച്ചണെന്ന് പേര് വെച്ചതും പിന്നെ കവറിലിട്ടിട്ട് കൊടുത്തതും പിന്നെ കണ്ടെയ്നറിലും അങ്ങനെ എല്ലാം ആയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അത് ചെയ്തിട്ട് കുറച്ചിങ്ങനെ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെല്ലാം ആണെങ്കിൽ അതിപ്പോൾ ഫുഡിൻ്റെതായ മാത്രമായെങ്കിലല്ല, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് സെയിലാക്കുന്നെങ്കിലും ഒരു ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നെങ്കിലും ഒരു കേക്ക് ഉണ്ടാക്കുന്ന എന്ത് സംഭവമെങ്കിലും അങ്ങനെ അറിയാം. എൻ്റെത് ഞാൻ തന്നെ പണിയെടുത്തിട്ട് ഒരു 100 രൂപ നമ്മളെ കൈക്ക് കിട്ടുമ്പോൾ ഇല്ലേ ആ ഒരു സന്തോഷം അതൊരു വേറെ തന്നെയല്ലേ. കൊടുക്കുന്നവർക്കും ഉണ്ടാക്കിയവർക്കും അതിൻ്റെ കഥ അറിയും. പിന്നെ ഇപ്പോൾ ഓൺലൈനിൽ ഡ്രസ്സ് പാത്രം സാധനങ്ങൾ അങ്ങനെ എല്ലാം സെയിലാക്കുന്നില്ലേ, അതായെങ്കിലും എല്ലാ പണിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുമുണ്ട്, കഷ്ടമുണ്ട്, ഹാർഡ് വർക്കും ഉണ്ട്. ഹാർഡ് വർക്ക് നല്ല ചെയ്തെങ്കിൽ മാത്രം നമ്മൾ നല്ല പോലെ വിജയത്തിലേക്ക് എത്തും. അപ്പോൾ ഞാൻ ഓൾ വന്നിനെന്ന് പറഞ്ഞിട്ട് കുറപ്പാളും മാച്ചിലാക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതാക്കിയിട്ട് ഓർക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ മേങ്ങിയിട്ട് ആ പൈസ കൊടുക്കുമ്പോൾ ആ ഒരു മുഖത്തൊരു സന്തോഷമില്ലേ നമുക്കറിയുമല്ലോ. നമുക്ക് ഓർഡർ എടുത്തിട്ട് പൈസ കിട്ടുമ്പോൾ ഉള്ള ആ ഒരിത് അതേ ഒരിത് ഞാൻ അങ്ങനെ വിചാരിച്ച് കാണുമ്പോൾ സന്തോഷമായി ഞങ്ങൾക്ക് അങ്ങനെ. അപ്പോൾ ഞാൻ എല്ലാ ഫില്ലിങ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ ഉണ്ടാക്കിയിട്ടില്ലേ, ചൂടോടെ കഴിക്കണം. അപ്പോൾ ഇത് പൊറോട്ട തന്നെയാണോ എന്നിട്ടില്ല, നമ്മളടുത്ത് ചപ്പാത്തി ഉണ്ടെങ്കിലില്ലേ ചപ്പാത്തിയിലും റെഡിയാക്കുക, പൊറോട്ടയിലും റെഡിയാക്കുക, എന്നിന് 10 വരെ റെഡിയാക്കാം. പക്ഷെ 10 ചെറുതല്ലേ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാ ഞാൻ ഉള്ളിൽ നമ്മളെ മിക്സില്ലേ മയോണൈസും കെച്ചപ്പിൻ്റെ മിക്സ് വെച്ചിന് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ട് ഫുള്ളൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതില്ലേ ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു ഡെക്കറേഷനും കൂടി ചെയ്യാം. എന്താ പറയുക, നമ്മളെ കെച്ചപ്പില്ലേ കെച്ചപ്പിൻ്റെ ഒരു പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തെങ്കിൽ നല്ലൊരു കാണാനൊരു തെറ്റി കാണാനൊരു ഷോ ആയി, കഴിക്കാനൊരു ടേസ്റ്റും ആയി. കെച്ചപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് വേണ്ട. ഇതിപ്പോൾ കാണുമ്പോൾ ഒരു നല്ല പാങ്ങില്ലേ അങ്ങനെ. അപ്പോൾ ഇത് പിള്ളേരെ സ്കൂളിലേക്ക് ടിഫിനിലായിട്ട് കൊണ്ടുപോകാൻ നല്ലൊരു ഐറ്റമാണെന്ന് അറിയാം. നല്ല ഇഷ്ടപ്പെടുന്നു പിള്ളേർക്കത്. ഒരു ഒന്ന് ദിവസം അങ്ങനെ നല്ല വേറെ ഫില്ലാവും. അത്രയ്ക്ക് ഫില്ലിങ് ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ. വെജിറ്റബിളും ഉണ്ട്, ചിക്കനും ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വേറെ ഫില്ലാവും. ഓക്കെ. അപ്പം ഞാനും ഓർഡർ കൊടുക്കുന്നതിനെ കൊടുത്തിട്ട് അതിന് ശേഷമില്ലേ ഞാനും മക്കളെല്ലാം കഴിക്കലാന്ന്. പക്ഷേ അത് പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെട്ടിന്. നല്ല ഉണ്ട്, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ പറയുന്നുണ്ട് കഴിച്ചിട്ടായിട്ട്. എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലേ മക്കളെല്ലാം ടേസ്റ്റ് ഉണ്ട് അടിപൊളി നല്ല ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ എന്തുണ്ടാക്കിയിട്ടായിട്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴും അല്ല പപ്പ കൊടുക്കണം, പപ്പ ഉണ്ടാക്കണം എന്താക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ലാസ്റ്റുള്ളൊരു ഡയലോഗാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തോടെ നല്ല ഉണ്ടാക്കിയിട്ടില്ലേ നല്ല ഇഷ്ടത്തോടെ കഴിച്ചിട്ട് എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്നല്ല ചെല്ലുമ്പോൾ വേറെ തന്നെ ഒരു എനർജിയാണ് അതിന്. അതൊരു പറയാതിരിക്കാൻ പോയി അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ നെയ് കേക്കിൻ്റെ അതിൻ്റെ റെസിപ്പി എല്ലാം കുറേ ആളെ കാണിക്കാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ റെസിപ്പി മുമ്പേ കാണിച്ചിട്ടുണ്ടായിരുന്നു. 3 നെയ് കേക്കിൻ്റെ എല്ലാം നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടെങ്കിൽ അറിയും.
ഓക്കെ. അപ്പോൾ കുറേ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെ മക്കൾക്കെല്ലാം ചൂടോടെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. ഉണ്ടാക്കണോ ഇത് ചൂടോടെ കഴിക്കണോ, അപ്പോൾ അത് നല്ല ടേസ്റ്റ്. പിന്നെ ഇത് ഞാൻ പൊറോട്ട ചുട്ടതല്ല, അത് പറയാൻ മറന്നുപോയി. ഇത് ഞാൻ പാക്കറ്റ് നമ്മൾ വാങ്ങുന്നില്ലേ, ആ പൊറോട്ടയാണ്. പൊറോട്ടയില ചപ്പാത്തിയില എന്തിലും വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെ മക്കൾക്കെല്ലാം മക്കൾക്കും ഉമ്മമാർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും മാപ്പിളുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇത് നമ്മളെ പേരിൻ്റെ അപ്പുറത്ത് തന്നെ ഉള്ളതാണ് നെയ്ബർ, നമ്മളെ ഉമ്മാൻ്റെ പേരിൻ്റെ. പെട്ടെന്നൊരു ബ്രെയിൻ ട്യൂമർ വന്നിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ നടക്കലാന്ന്. ഭയങ്കര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല തന്നെ ഉള്ളത്. ചെറിയ 2 മക്കളുണ്ട്. അപ്പോളിങ്ങനെ നാട്ടിൽ തന്നെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് വന്ന അസുഖം അറിഞ്ഞിട്ടേ ഇല്ല. ഇപ്പോൾ ഇതിന് ഓപ്പറേഷൻ തന്നെ നല്ലൊരു എമൗണ്ട് വേണമെന്ന് പറഞ്ഞിന്. ആരെങ്കിലും കൈന്നൂറ് ഗൂഗിൾ പേ, നിങ്ങളാൽ കഴിയുന്നവർ 10 100 100 ഒന്നിട്ട് ഹെൽപ്പാക്കണം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.